ഇതാണ് കേട്ടോ തിരുനെട്ടൂർ ക്ഷേത്രം. ഇത് എറണാകുളം ജില്ലയിലാണ്. വൈറ്റിലേക്ക് അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രവും തിരുനെട്ടൂർ മഹാവിഷ്ണു കേട്ടില്ലേ? തിരുനെട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രവും തിരുനെട്ടൂർ ശിവക്ഷേത്രവും രണ്ട് ക്ഷേത്രങ്ങളാണ് മഹാവിഷ്ണു സ്ഥിതി ചെയ്യുന്നത്. ശിവഭഗവാൻ എറണാകുളം ജില്ലയിലെ ക്ഷേത്രമാണ് നെട്ടൂരാണ് തിരുനെട്ടൂർ ക്ഷേത്രം. ഈ ക്ഷേത്രം അതുകൊണ്ട് തന്നെ ത്രേതായുഗത്തിൽ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ശിവാലയങ്ങളിലെ തെക്കൻ കാശി എന്നറിയപ്പെടുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തില് 1200 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിട്ടുള്ള വട്ടെഴുത്ത് ശിലാലിഖിതം ഇന്നും ഈ ക്ഷേത്രത്തില് സൂക്ഷിച്ചിട്ടുണ്ട്. പിതൃമോക്ഷത്തിനായി ബിൽവമംഗലം സ്വാമിയാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശംഖചക്ര ഗദാപത്മത്തോടുകൂടി ചതുർബാഹുവായിട്ടുള്ള വടാതേവർ എന്ന നാമത്തിലാണ് ഇവിടത്തെ മഹാവിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠ. ശംഖചക്ര ഗദാപത്മത്തോടുകൂടി ചതുർബാഹുവായിട്ടുള്ള 4 കരങ്ങളുള്ള മഹാവിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. പിതൃമോക്ഷത്തിന് വേണ്ടിയിട്ട് ബിൽവമംഗലം സ്വാമിയാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പ്രതിഷ്ഠയാണത്. നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ശിവക്ഷേത്രത്തില് ബലിയിടാൻ വരുന്ന ഭക്തജനങ്ങള് ആദ്യം തന്നെ ബലിതർപ്പണമല്ല ചെയ്യേണ്ടത്. ഈ ക്ഷേത്രത്തില് പിതൃതർപ്പണത്തിനായി എത്തിയിട്ടുള്ള ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ആദ്യം തന്നെ ബലിതർപ്പണമല്ല ചെയ്യേണ്ടത്. ആദ്യം ശിവക്ഷേത്രത്തിൽ ചെന്ന് ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു വഴിപാട് ഭഗവാന് കൊടുക്കണം. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി വിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന് അവിടെയും നിങ്ങൾ നിങ്ങളുടെ പിതൃക്കളുടെ മോക്ഷത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു വഴിപാട് അവിടെയും സമർപ്പിക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ പിതൃക്കളുടെ കർമ്മം ഈ 2 ദേവന്മാരുടെ പുണ്യഭൂമിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ 2 പേരുടെയും അനുഗ്രഹവും അനുവാദവും നമ്മൾക്ക് വേണം. അതിനു വേണ്ടിയിട്ടാണ് ഭക്തര് ആദ്യം ഈ 2 ദേവന്മാരെ കണ്ട് തൊഴുതതിന് ശേഷം വേണം പിതൃതർപ്പണം ചെയ്യാൻ. പിതൃതർപ്പണം ചെയ്യുന്നതിന് മുൻപ് ഒരു കാരണവശാലും നിങ്ങൾ തീർത്ഥമോ പ്രസാദമോ സേവിക്കരുത്. നിങ്ങൾ പിതൃതർപ്പണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രക്കുളത്തിൽ ചെന്ന് കൈയും കാലും കഴുകി വന്നതിന് ശേഷം വേണം ഈ പ്രസാദങ്ങൾ വാങ്ങിക്കുവാൻ. നൈവേദ്യം മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തുള്ള വഴിപാട് കൗണ്ടറിൽ നിന്നും ഭക്തജനങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഭക്തരുടെ ഐശ്വര്യത്തിനുമായി ക്ഷേത്രം അങ്ങനെ എണ്ണ വാങ്ങിച്ച് ഭഗവാന് സമർപ്പിക്കണേണ്. ഭാര്യയാണ് സമർപ്പിക്കുന്നത്. വരാത്ത വിശ്വാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വർഷമെങ്കിലും വന്ന് തിരുനെട്ടൂർ വന്ന് തൊഴുന്നത് നല്ലതായിരിക്കും. ഇന്ന് VD സതീശൻ സാറ് മുഖ്യമന്ത്രി ഇന്ന് 8 മണിയാകുമ്പോൾ ഈ അമ്പലത്തിൽ തൊഴാൻ വരുന്നുണ്ട്. അമ്പലത്തിൽ വെച്ച് അനിയനെയും വൈഫിനെയും കണ്ടു. അപ്പോൾ ക്യൂ നിൽക്കേണ്ടി വന്നില്ല വടാപൂജയ്ക്ക് വേണ്ടിയിട്ട്. 4 വടാപൂജയാണ് വാങ്ങിച്ചത്. അത് സമർപ്പിക്കേണ്ടത് ഇവിടെയാണ്. പിന്നെ ഇവിടെ നെയ്യപ്പവും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അവസാനം ഉപ്പുമാവും പഴവും വാങ്ങിച്ച് കടിച്ചതിന് ശേഷമാണ് ഒരു ചുക്കുകാപ്പിയും കൂടി കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിന് പോയത്.